ഹായ് ഹലോ ഇന്നത്തെ ഉച്ചയൂണ് പിന്നെ നമ്മുടെ ഈ കൊഞ്ചും പൊടിമീനും നന്തനും ചൂടയും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുമല്ലോ, അതെല്ലാം കൂടെ ഒരു മുളക് കറി വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാടൻ പച്ചക്കറികളും പിന്നെ കുറച്ച് അല്ലാതുള്ള പച്ചക്കറികളും കൂടി ഇട്ട് ഒരു അവിയലും സെറ്റാക്കിയിട്ടുണ്ടേ. ഈ സമയമൊന്നും നമ്മുടെ ആമിക്കുട്ടിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ കൈ കയറിയതാണ് അവൾ. പിന്നെ അവൾ താഴെ ഇറങ്ങുന്നില്ലായിരുന്നു. ഇറങ്ങിയത് രാത്രിയിലാണ്. രാത്രി ആൻറ്റിബയോട്ടിക്ക് ചെന്നതിന് ശേഷമാണ് ആൾ ചെന്ന് 1 മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോഴാണ് ആൾ ഒന്ന് ഉഷാറായതും നടന്നതും ചിരിച്ചതും ഒക്കെ കേട്ടോ. അയ്യോ ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്തെ. കാരണം എഴുന്നേറ്റ് നടന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ മാണ്ടപ്പോഴത്തേക്കിനും വെപ്രാളം കയറുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ് അമ്മ ഇങ്ങെടുക്ക് ചോറിങ്ങെടുക്ക്. അമ്മയാണെങ്കിൽ അമ്പാടിമോന് വാരി കൊടുക്കുമായിരുന്നേ. കൂടുതലും അജിയമ്മ ഉള്ളപ്പോൾ അറിയാമല്ലോ, കൂടുതലും അവന് വാരി കൊടുക്കും. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇങ്ങെടുക്ക്, ഞാൻ എന്താണെങ്കിലും കൈ വെച്ചിരുന്ന് കഴിച്ചോളാം. കാരണം ഞാൻ അവിടെ തന്നെ ഇരിക്കണം ആൾക്ക്, അല്ലെങ്കിൽ കിടക്കത്തില്ല. അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ ഞാൻ കഴിച്ച് തീർത്ത് ആളിനെ കൊണ്ട് കിടത്തി കേട്ടോ. ഞാൻ അന്നേരം അവിടെ തന്നെ ഇരിക്കണം. എൻ്റെ രൂപ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളെങ്ങനെയാണ് അറിയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. രാവിലെ വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കിനും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ആൾ ഇറങ്ങി നടക്കുകയും ഒരിത്തിരി നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കളിക്കുമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളുടെ കണ്ണും മുഖമൊക്കെ അങ്ങ് മാറി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം പണി വാളിയെന്ന്. അന്നേരം വീണ്ടും എൻ്റെ തൊളയിൽ കയറി കേട്ടോ. പക്ഷേ ഇന്ന് ടോയ്ലറ്റിൽ പോയതുകൊണ്ട് ഒരിത്തിരി ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു 3-4 സ്പൂണ് റവ കാച്ചി കൊടുത്തിരുന്നു രാവിലെ. പിന്നെ ഒരു 12:30 ആയപ്പോഴത്തേക്കിനും ഒരിത്തിരി കഞ്ഞി കുടിച്ച്, പിന്നെ ഇച്ചിരി ORSൻ്റെ വെള്ളം 2 പ്രാവശ്യമായിട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരിയെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് പറയാം. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്ന ആൾ. പക്ഷേ കയ്യിൽ നിന്ന് താന്നിറക്കുന്നില്ല ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് അവൾ താഴോട്ട് നിൽക്കുന്നില്ല. ഇനി വൈകിട്ട് രാജേട്ടൻ വരണം. ഓ അപ്പോൾ ഉച്ചയ്ക്കത്തെ മരുന്നും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണേ ആൾ. പക്ഷേ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എനിക്കല്ല കേട്ടോ, അവക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ മുക്കിന്ന് വരുവാണേ. അത് തന്നെ അവൾക്ക് ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പുള്ളിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം അത്. അയ്യോ പിന്നെ നിർബന്ധവും കരച്ചിലിൽ നിന്നാണ് ഇവക്ക് മെയിനായിട്ടും. വെറുതെ ഇരുന്ന് കരയുക, നിർബന്ധം പിടിക്കുക. മാറുമായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെ കിടന്നുറങ്ങിയ ആൾ എഴുന്നേറ്റ് വന്നത് കേട്ടോ. എഴുന്നേറ്റ് വന്ന് വൈകിട്ടായപ്പോഴത്തേക്കിന്, ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോഴത്തേക്കിന് ഇന്നലെയാണെങ്കിൽ ആകെ വെപ്രാളം കയറ്റി ഇവൾ കേട്ടോ. കാരണം രാവിലെ വലിയ കുഴപ്പമില്ലാതിരുന്ന ആൾ ആ ഉച്ചയ്ക്ക് പിന്നെ മാണ്ട് വലിയ കുഴപ്പമില്ലാതെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയത്. കയ്യിൽ നിന്ന് താഴോട്ട് നിൽക്കുന്നില്ലെന്നേ ഉള്ളായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരിയൊക്കെ ഫുഡും കഴിച്ചു ആൾ. അയ്യോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തെന്നറിയാവോ, ഈ ഉച്ചയ്ക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും ആളുടെ രൂപവേ മാറിയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അയ്യോ ആ സമയത്ത് വെപ്രാളമായിപ്പോയി. ആരും ഇല്ലായിരുന്നു കേട്ടോ, രാജേട്ടനും ഇല്ല, അമ്മയും ഇല്ലായിരുന്നു. ഞാനങ്ങ് പെട്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ്, ആയേശേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ്, ആയേശേട്ടാ കുഞ്ഞിന് 102 ഡിഗ്രിയാണ്, പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകണം. കാരണം ഈ തലേദിവസം പീഡിയാട്രിഷ്യനെ അല്ലല്ലോ കാണിച്ചത്, ഇല്ലായിരുന്നല്ലോ ആ ഡോക്ടർ. അങ്ങനെ പിന്നെ ആയേശേട്ടൻ പിന്നെ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ചോദിച്ചിട്ട് വന്നിട്ട് വളരെ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ പീഡിയാട്രിഷ്യനെ കൊണ്ട് കാണിച്ചു കേട്ടോ. അങ്ങനെ കാണിച്ച് അപ്പോൾ അതുവരെ ഞാൻ തുടച്ചിരുന്നു. കാരണം ടാബ്ലറ്റ് അല്ല, സിറപ്പ് കൊടുക്കാനുള്ള ടൈം ആയാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. വെപ്രാളമായിപ്പോയി കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴാണ് എനിക്ക് ഈ വെപ്രാളം കൂടുന്നത്. അങ്ങനെ പിന്നെ എന്തുവാണേലും കൊണ്ടുപോയി ഡോക്ടർ അവിടെ നിന്ന് ഒരു 3 സിറപ്പ്, അതിലൊരെണ്ണം ആൻറ്റിബയോട്ടിക് കേട്ടോ. അപ്പോൾ തലേദിവസം ഈ ആൻറ്റിബയോട്ടിക് ഒന്നും എടുത്തില്ലല്ലോ, ഈ പാരസെറ്റമോളെ മാത്രമല്ലേ നിൽക്കുന്നത്. അത് പിന്നെ വൈകിട്ട് വന്നിട്ട് അതങ്ങോട്ട് കൊടുത്ത്, അതിൻ്റെ കൂടെ വേറൊരു സിറപ്പും കൂടെ ഉണ്ടായിരുന്നേ, അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്ന് ഗൈസ് 1 മണിക്കൂറും കൂടെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ആ ചൂട് എവിടോട്ട് പോയെന്ന് പോലും അറിയത്തില്ലേ. പിന്നെ ആ ചൂട് കൊണ്ടത് വെളുപ്പാന്നേ അല്ല, പാതിരാത്രിയിൽ 2:30 ആയപ്പോഴാണ് പിന്നെ കൊള്ളുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ടൈം ആയല്ലോ, പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്കിനും അത് കൊടുത്ത് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കിനും ഈ പരുവത്തിനാൾ എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. ഒത്തിരി
സന്തോഷമായിരുന്നു എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മാണ്ട് നമ്മുടെ മണ്ടയ്ക്ക് കിടക്കുമല്ലേ, അപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വെപ്രാളമല്ലേ. ഇപ്പോൾ ആൾ ഹാപ്പിയാണ് കേട്ടോ. എന്താണേലും എൻ്റെ വെപ്രാളവും മാറിക്കിട്ടി. ഇനി നാളെ ഉഷാറായിട്ട് കാണാവേ. ടാറ്റാ.